കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യവും പരിശുദ്ധവുമായ നാമത്തിന് എല്ലാ മഹത്വവും കരയറ്റുന്നു. ഈ പ്രഭാതയാമത്തിൽ പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലൂടെ വചനവുമായി നിങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് തരുന്ന വിലപ്പെട്ട സമയത്തിനായി സാവകാശത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ വചന കേൾവി നിങ്ങളുടെയും എന്റെയും ജീവിതത്തിൽ അനുഗ്രഹവും വിടുതലും ആശ്വാസവും ധൈര്യവും ഉറപ്പും നൽകുന്നതായി തീരുവാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ചിന്ത നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. റോമർ 13 11 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങളെ ആസ്പദമാക്കിയുള്ള ചിന്തയാണ് ഈ പ്രഭാതയാമത്തിൽ നിങ്ങളോട് പങ്കിടുവാൻ കർത്താവായ യേശു ക്രിസ്തു എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൂത്. ക്രിസ്തുവിന്റെ പുനരാഗമനത്തോട് ബന്ധപ്പെട്ട അന്ത്യകാലത്തിൽ അഥവാ പുതിയ യുഗത്തിൽ അവർ ജീവിക്കുന്നു എന്ന ചിന്ത അപ്പോസ്തല കാലത്തെ വിശ്വാസികളുടെ ഒരു പ്രത്യേകതയായിരുന്നു. കർത്താവിന്റെ വരവിന്റെ സാമീപ്യം ഉന്നത നിലവാരത്തിൽ ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിന് പ്രേരകമായി പൗലോസ് കണ്ടിരുന്നു. 1 തെസ്സലോനിക്യ ലേഖനം 5 1 മുതൽ 8 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ ആശയം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. റോമിലെ ക്രിസ്ത്യാനികൾ കർത്താവിനെ രക്ഷകനായി ഏറ്റുപറയുന്നതിന് മുൻപുള്ള ജീവിത രീതി 13 വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. തിന്മ ചെയ്യുക മാത്രമല്ല, ലജ്ജ കൂടാതെയും പരസ്യമായും അസാൻമാർഗിക ജീവിതം നയിക്കുകയും മറ്റുള്ളവർക്ക് നാശവും നഷ്ടവും വരുത്തിവെക്കുകയും ചെയ്യുന്ന മനസ്ഥിതിയാണ് മുൻകാലത്ത് അവരിൽ കുടികൊണ്ടിരുന്നത്. ഒരു മനുഷ്യനെ അധപ്പതിപ്പിക്കുന്നതും മറ്റുള്ളവർക്ക് ശല്യമുണ്ടാക്കുന്നതുമായ താന്തോന്നിത്തവും ഉല്ലാസവും ആണ് വെറിക്കൂത്ത് എന്ന പദത്തിന്റെ ഉള്ളടക്കം. ക്രിസ്ത്യാനികൾ മാത്രമല്ല, മാന്യത പുലർത്തുന്ന ഗ്രീക്കുകാരും മദ്യപാനത്തെ നിഷിദ്ധമായി കരുതിയിരുന്നു. അവിഹിതമായ സ്ത്രീ പുരുഷ ബന്ധങ്ങളാണ് ശയനമോഹം എന്ന പദത്തിൽ എടുത്തു കാണിച്ചിരിക്കുന്നത്. വിവാഹ ജീവിതത്തിൽ അവിശ്വസ്തത കാണിക്കുക ഒരു വലിയ തെറ്റും കുറ്റവുമായി അന്നത്തെ പൊതുജനാഭിപ്രായം ഗണിച്ചിരുന്നില്ല. ദുഷ്കാമം എന്നതിന് ലജ്ജാവിഹീനമായ ദുർനടപ്പ് എന്ന് അർത്ഥം. പിണക്കം എന്നതിനെ സ്ഥാനത്തിനും മാനത്തിനും കീർത്തിക്കും വേണ്ടിയുള്ള പ്രമാണരഹിതമായ പരക്കം പാച്ചിൽ എന്ന് വേണം പറയാൻ. ഇരുട്ടിന്റെ പ്രവൃത്തിയായി അവസാനം പറഞ്ഞിരിക്കുന്നത് അസൂയയെ കുറിച്ചത്രേ. മറ്റുള്ളവരുടെ ഐശ്വര്യത്തിൽ അസ്വസ്ഥത പ്രദർശിപ്പിക്കുന്ന മനോഭാവത്തെ ദുർനടപ്പിന്റെ കൂട്ടത്തിൽ ചേർത്തിരിക്കുന്നത് ശ്രദ്ധേയമാണ്. വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിക്കുന്നതിന് അഥവാ ക്രിസ്തുവിനെ ധരിക്കുന്നതിന് ക്രിസ്തു വിശ്വാസികളെ പൗലോസ് ആഹ്വാനം ചെയ്യുന്നു. 14 വാക്യത്തിന്റെ ആദ്യ ഭാഗത്തിന്റെ അർത്ഥം മോഫറ്റിന്റെ തർജ്ജിമയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഇപ്രകാരമാണ്: കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വഭാവം ധരിച്ചുകൊള്ളുവിൻ. പാപത്തിന്റെ പ്രലോഭനങ്ങളെ ചെറുത്തു നിൽക്കുന്നതിനും പാപത്തിന്റെ കറയിൽ നിന്ന് നമ്മെ വെടിപ്പാക്കി ശക്തിപ്പെടുത്തുന്നതിനും ദൈവാത്മാവ് നിർദ്ദേശിച്ചിരിക്കുന്ന പ്രതിവിധി ക്രിസ്തുവാകുന്ന ആയുധവർഗം ധരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ലോകത്തിന്റെ കളങ്കം പറ്റാതെ ജീവിക്കുന്നതിന് വിശുദ്ധിയുടെ ആത്മാവായ നിന്നെ ധരിച്ചുകൊള്ളുവാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ നല്ല പ്രഭാത സമയത്തിനായി നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതയാമത്തിൽ അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി തിരുനാമത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആ വചനങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കുകയും അവിടുത്തെ സന്നിധിയിൽ അതിൻ പ്രകാരം ജീവിക്കാൻ ഞങ്ങളെ സമർപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് നല്ലവനും വല്ലഭനും സകലത്തിനും മതിയായ നല്ല കർത്താവുമായി ഞങ്ങളോട് കൂടെയുള്ളതോർത്ത് നന്ദി പറയുന്നു. ഈ പകൽക്കാലം ജീവിപ്പാൻ അവിടുന്ന് തരുന്ന സമയങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തി മുന്നേറുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കൃപയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറച്ച് സൂക്ഷിക്കണമേ. പ്രാർത്ഥന കേട്ട വലിയ ദയയ്ക്കായി സ്തോത്രം, മഹത്വം അങ്ങേക്ക് യേശുവിന്റെ അനുഗ്രഹ നാമത്തിൽ തന്നെ.